സൂര്യകുമാരിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഇപ്പോൾ ശരിയാക്കി തരാ പ്രസൻറ്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കണ്ടല്ലോ, ഫുൾ പാക്ഡായി ഫുൾ എനർജിയായ കുറച്ച് കുട്ടികളെ, അതേ കോളേജിൽ തന്നെയാണ്, കോതമംഗലത്തുള്ള ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ നഴ്സിംഗ് കോളേജിലാണ്. ഇവിടെ മറ്റൊരു ബാച്ച് ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അവർ പറയുന്നത് മറ്റേ ആ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത കുട്ടികളെക്കാളും ഗംഭീരമായി ഞങ്ങൾ ചെയ്യുമെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം, കമോൺ. യെസ്, ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ നഴ്സിംഗ് കോളേജ് ഇല്ലേ? അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കണ്ടു, അതിൽ ഇതേ കോളേജിൽ തന്നെയായിരുന്നു മറ്റൊരു ബാച്ചായിരുന്നു. അപ്പോൾ ഞാൻ കരുതി അവരാണ് ഇവിടുത്തെ ടോപ്പ് എന്ന് വിചാരിച്ചു. പക്ഷേ അതൊക്കെ മേലാണ് ഇവരുടെ എനർജി. ഭയങ്കരമാണ് പെർഫോമൻസും, അതിനേക്കാൾ ഒരു പടി മേളിലാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആദ്യം തന്നെ ഹാൻസിയെ ഞാൻ വിളിക്കുകയാണ്. ഇവിടെ വിളിക്കുകയാണ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. പഠിക്കുന്നത്? ഞാനിവിടെ തേർഡ് ഇയർ BSc നഴ്സിംഗ് പഠിക്കുന്നു. എല്ലാവരും തേർഡ് ഇയർ തന്നെയാണോ? ഒറ്റ ബാച്ചാണല്ലോ എല്ലാവരും. ഓക്കെ, ആക്ഷൻ. ബോംബ് ബോംബ് എന്ന് ഞാൻ പറഞ്ഞ് കേൾക്കാൻ വേണ്ടിയല്ലേ നിങ്ങളൊക്കെ എന്നോട് ചോദിക്കുന്നത്? എന്റെ അമ്മേ, എന്റെ അമ്മേ, ബോംബ് അത് നിർവീര്യമാക്കിയതല്ലേ? ഇത് കണ്ടോ, ഇതെന്റെ BSc സർട്ടിഫിക്കറ്റാ. എല്ലാവരും കൂടെ എന്നെ കുടുക്കിയില്ലേ? എല്ലാവരും കൂടി നിർവീര്യമാക്കിയത്? എല്ലാവരും കൂടെ നിർവീര്യമാക്കിയതല്ലേ? എന്റെ ജീവിതമാണ്. BSc സർട്ടിഫിക്കറ്റാ. കാലം കുറെ ആയതുകൊണ്ട് ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് ഒരു പ്രയോജനം ഇല്ല. പൊതുവെ ഇന്ത്യൻസിന്റെ അവസ്ഥ ഇതാണല്ലോ. ഞാൻ നീ സത്യം പറ, എന്തിനാണ് നീ ആത്മഹത്യ ചെയ്യാൻ പോയത്? ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയതല്ല സാർ. വേണ്ട, ഉദാഹരണത്തിന് സത്യം മാത്രമേ പറയത്തുള്ളൂ. ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ. എന്തെങ്കിലും കയറ്റി ഇറക്കി എന്നെ കൊന്നാ മതി. ബോംബ് ബോംബ് എന്ന് ഞാൻ പറയുന്നത് കേൾക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ എല്ലാവരും എന്നോട് ചോദിക്കുന്നത്? അയ്യോ എന്റെ അമ്മേ, ഇത് ബോംബ് നിർവീര്യമാക്കി തീർത്തതാണോ? ഇത് ബോംബ് നിങ്ങൾ നിർവീര്യമാക്കിയതായിരിക്കുമല്ലേ? ഇത് എന്റെ ജീവിതം സാർ. ഇതെന്റെ BSc സർട്ടിഫിക്കറ്റാ. കാലം കുറെ ഞാൻ ഇതും കൊണ്ട് അലയാൻ തുടങ്ങിയിട്ട്. സാധാരണ ഇന്ത്യക്കാരുടെ അവസ്ഥ ഇതാണല്ലോ. അതായിരിക്കട്ടെ, നീ പിന്നെ ആത്മഹത്യ ചെയ്യാനായിട്ട് ചാടി. സത്യം പറഞ്ഞു, എന്താണ് സംഭവിച്ചത്? ഈ സച്ചിദാനന്ദൻ സത്യം മാത്രമേ പറയൂ സാർ. ഞാൻ ആത്മഹത്യ വേണ്ടി ചാടിയതല്ല. വേണ്ട, ഉദാഹരണത്തിന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ചാടിയതാന്നിരിക്കട്ടെ. പക്ഷേ ഒരാള് വീണ്ടും കയറി വീണ്ടും ഇറങ്ങി വിശ്രമിച്ചിട്ട് വീണ്ടും വന്ന് ആരെങ്കിലും ആത്മഹത്യ ചെയ്യോ സാർ? അതൊരിക്കലും ഇല്ല. എന്താണ് പേര്? സുൽഫിയ. എവിടെയാണ് നാട്? സുൽഫിയ കയ്യിലൊക്കെ സ്വന്തമായിട്ട് പേന വെച്ച് മൊത്തം വരച്ചിരിക്കുകയാണല്ലേ. ഞങ്ങളൊക്കെ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അങ്ങനെ ആയിരുന്നു. ആണോ? കൈ ഇവിടെ കൊണ്ടാണ് എഴുതുന്നത്. അടിപൊളി. അപ്പോൾ ശരി, നമുക്ക് തുടങ്ങാം. ആക്ഷൻ. ബോംബ് ബോംബ് എന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കാനല്ലേ നിങ്ങൾ എല്ലാവരും? പോയി 50 രൂപ പോയി. സാരമില്ല, 5 കൊല്ലം ഉപയോഗിച്ചല്ലേ, അത് മതി. ബോംബ് ബോംബ് എന്റെ വായിൽ നിന്ന് ചാടാൻ വേണ്ടിട്ടല്ലേ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ? വായിൽ നിന്ന് ചാടാനോ? അച്ഛന്റെ വയറ്റിൽ ഇത്രക്ക് മത്സ്യസമ്പത്താ. ബോംബ് ബോംബ് എന്റെ വായിൽ നിന്ന് പറഞ്ഞു കേൾക്കാൻ വേണ്ടിട്ടല്ലേ നിങ്ങൾ എല്ലാവരും ശ്രമിക്കുന്നത്? ബോംബിനൊക്കെ ഒരു ശക്തത വരട്ടെ. ഇത് മറ്റേ സുഖീർ എന്ന് പറഞ്ഞ കണക്കായി പോയി. നന്നായിട്ട് കുലുങ്ങുന്നില്ലല്ലോ. ഗുജറാത്തിലോട്ട് ചെല്ല്, നല്ലോണം കുലുങ്ങും. ബോംബ് ബോംബ് എന്നെല്ലാവരും എന്നെ കൊണ്ട് പറയിപ്പിക്കാനല്ലേ നിങ്ങൾ എല്ലാവരും ശ്രമിക്കുന്നത്? ഹോ എന്റെ അമ്മേ, ബോംബ് നിർവീര്യമാക്കിയതായിരിക്കും അല്ലേ? നിങ്ങളെല്ലാരും കൂടി നിർവീര്യമാക്കിയത് എന്റെ ജീവിതം എല്ലാരും കൂടി നിർവീര്യമാക്കിയതല്ലേ? അല്ല, നിങ്ങളെല്ലാരും കൂടെ നിർവീര്യമാക്കിയത് എന്റെ ജീവിതമാണ്. അതാ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടല്ലേ പറയുന്നത്? അടിച്ചതിന്റെ ഏപ്പിളക്കി കളയും കഴിവേറി. അതെ, അതാണ് പറഞ്ഞേ, ഞങ്ങളോട് രണ്ടാളോട് കളിക്കാൻ ആരുണ്ട്? നിങ്ങൾ എല്ലാവരും കൂടി നിർവീര്യമാക്കിയത് ജീവിതമല്ലേ? ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ഞാൻ അയ്യോ എന്റെ അമ്മേ, ബോംബ് നിർവാര്യോ? അത് ചിരിച്ചു ഒരാളിന്ന് കരയുന്നു. ചിരിച്ചു കണ്ണി കൂടെ ഒക്കെ വെള്ളം വരുന്നോ?
ഇതെന്തൊരു ചിരിയാണ്. ഓക്കെ ഇത് കണ്ടോ BA സർട്ടിഫിക്കറ്റാ. കുറെ കാലമായി ഞാൻ ഇതും കൊണ്ട് അലയാൻ തുടങ്ങിയിട്ട്. അല്ലെങ്കിൽ ശരാശരി എന്റെ കാര്യാവസ്ഥ ഇതാണല്ലോ. അതിരിക്കട്ടെ, നീ എന്തിനാ ആത്മഹത്യ ചെയ്യാൻ പോയ? സത്യം പറഞ്ഞോ. ഈ സച്ചിദാനന്ദൻ എന്താ ഈ സജിത അല്ല, സച്ചിദാനന്ദൻ. ഓക്കെ, വിടണ്ട സാർ, ഇവനാളൊരു സകല എന്തോടാ അത്? ആ വല്ലഭൻ. അപ്പൊ നീയോ? ഞാനും ഏതാണ്ട് ഇതിന്റെ കൂടെ അടുത്തായിട്ട് വരും. ഈ സച്ചിദാനന്ദൻ സത്യം മാത്രമേ പറയാറുള്ളൂ. ആത്മഹത്യ ചെയ്യാൻ വേണ്ടിട്ടല്ല. പോട്ടെ, ഉദാഹരണത്തിന് ഇയാൾക്ക് എന്താണ് വയ്യേ? ആത്മഹത്യ ചെയ്യാൻ വേണ്ടിട്ടല്ല. പോട്ടെ, ഉദാഹരണത്തിന് ആരെങ്കിലും വെള്ളത്തിലേക്ക് ചാടി കേറി അല്ല, വിശ്രമിക്കുന്നു. അങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും, അങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും, അങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും. ആരെങ്കിലും വെള്ളത്തിലേക്ക് ചാടി കേറി വിശ്രമിച്ചിട്ട് വീണ്ടും ചാടി കേറി അങ്ങനെ ആരെങ്കിലും ആത്മഹത്യ ചെയ്യാറുണ്ടോ? അത് മതി നിർത്ത്. സുഗതം വേറെന്തൊക്കെയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ടല്ലോ. ഉണ്ടല്ലോ, എന്താ തെറ്റൊക്കെയാ ചെയ്തത്? സുഗതൻ ഇങ്ങ് പറഞ്ഞു. സുഗതോ എന്താണ് പേര്? ഫെർവിൻ. ഫെർവിൻ. നല്ല വെറൈറ്റി പേരാണ്. എന്താണ് എൻ്റെ അർത്ഥം? അതൊന്നും എനിക്കറിയില്ല. എവിടെ? നാടെവിടെ? ഇവിടെ തന്നെ അടുത്ത് ഇരുമലപ്പടി. ഓക്കെ ഓക്കെ, ആക്ഷൻ. ബോംബ് എന്ന് എന്റെ വായിൽ നിന്ന് കേൾക്കാൻ വേണ്ടിട്ടല്ലേ നിങ്ങൾ എല്ലാരും കൂടെ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്? അയ്യോ എന്റെ അമ്മേ, ഹോ ബോംബ് നിർവീര്യമാക്കിയതായിരിക്കുമല്ലേ? നിങ്ങൾ എല്ലാരും കൂടെ നിർവീര്യമാക്കിയത് എന്റെ ജീവിതമാണ്. BSc സർട്ടിഫിക്കറ്റാ. ജോസഫ് അല്ല, നമ്പൂതിരി. BA സർട്ടിഫിക്കറ്റാ. കുറെ കാലമായി ഇതും കൊണ്ട് അലയാൻ തുടങ്ങിയിട്ട്. ഒരു ശരാശരി ഇന്ത്യക്കാരന്റെ ഒരു അവസ്ഥയാണല്ലോ ഇത്. അതെ, നീ സത്യത്തിൽ എന്തിനാ ആത്മഹത്യ ചെയ്യുന്നത്? സത്യം മാത്രം പറയണം. സാർ, സച്ചിദാനന്ദൻ സത്യം മാത്രമേ പറയൂ. പൈപ്പിന്റെ ചുവട്ടിൽ കുത്തിയിരുന്നു. ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയതല്ല. വേണ്ട, ഉദാഹരണത്തിന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയതാണെന്ന് തന്നെ വിചാരിക്കുക. ഒരാള് വീണ്ടും ചാടി, പിന്നെ വന്ന് വിശ്രമിച്ചിട്ട്, പിന്നെയും ചാടി, പിന്നെയും വന്ന് വിശ്രമിച്ചിട്ട് ആത്മഹത്യ ചെയ്യുമോ? അങ്ങനെ ഏതെങ്കിലും മനുഷ്യർ ചെയ്യുമോ? ഒരിക്കലും ഇല്ല. സ്വാഭാവികം. വിളിച്ചപ്പോഴേ ഒരു മിനിറ്റ് ആലോചിച്ചിട്ട് എന്തവിടെ സംഭവിക്കുന്നത് ഇല്ല എന്ന് പറഞ്ഞ് നടന്നിങ്ങ് പോലും. എന്താ പേരെന്താ? ആദിത്യ. എവിടെ വീട്? കോഴിക്കോട്. റെഡി, ആക്ഷൻ. ബോംബ് എന്ന് ഞാൻ പറഞ്ഞു കേൾക്കാൻ വേണ്ടിയല്ലേ നിങ്ങളെല്ലാവരും എന്നെ കൊണ്ട് ഇങ്ങനെ ചോദിക്കുന്നത്? ഓ എൻ്റെ അമ്മേ, നിങ്ങളെ ബോംബ് എന്ന വാക്ക് നിർവീര്യമാക്കിയത് നിങ്ങൾ അറിഞ്ഞില്ലേ? അല്ല, ബോംബ് നിർവീര്യമാക്കിയത് നിങ്ങൾക്കറിയില്ലേ? ബോംബ് ആക്കിയതായിരിക്കും. ബോംബ് നിർവീര്യം ആക്കിയതായിരിക്കുമല്ലേ? എന്തെങ്കിലും സംഭവിച്ചതൊക്കെ കുട്ടിന്, സംഭവിച്ചിട്ടിരിക്കുന്നതൊക്കെ കുട്ടിന്, സംഭവിക്കാൻ പോണതൊക്കെ കുട്ടിന്. നിങ്ങൾ എല്ലാരും കൂടി നിർവീര്യമാക്കിയത് എന്റെ ജീവിതമാണ്. കണ്ടോ, BA സർട്ടിഫിക്കറ്റാ. കാലം കുറെ ഇതും കൊണ്ട് ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട്. പൊതുവെ നമ്മുടെ ഇന്ത്യൻസിന്റെ ഒക്കെ ഒരു അവസ്ഥ ഇങ്ങനെയാണല്ലോ. നീ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി അവിടെ ചാടിയതല്ലേ? സത്യം മാത്രം പറഞ്ഞോ. സത്യദാനന്ദൻ സച്ചിദാനന്ദൻ സത്യം മാത്രമേ പറയാറുള്ളൂ സാർ. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ചാടിയതല്ല. അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാതിരിക്കട്ടെ, ഉദാഹരണത്തിന് ഒരാള് ആത്മഹത്യ ചെയ്യാൻ ചാടി എന്ന് വിചാരിച്ചോ, പിന്നെയും ചാടി ഇറങ്ങി ഒന്ന് വിശ്രമിച്ചിട്ട് പിന്നെയും കയറി പിന്നെയും വിശ്രമിച്ചിട്ട് അങ്ങനെ ഏതെങ്കിലും മനുഷ്യർ ആത്മഹത്യ ചെയ്യോ സാർ? ഇല്ല. ഞാൻ പോകുന്നു. ബൈ ബൈ. എന്താ പേര്? പേര് പൂജ. എവിടെ നാട്? കണ്ണൂരാണ്. ആക്ഷൻ. ബോംബ് എന്നെ കൊണ്ട് പറയിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഈ പാടൊക്കെ പെടുന്നത്? അയ്യോ എന്റെ അമ്മച്ചി. ബോംബ് നിർവീര്യമാക്കിയതായിരിക്കുമല്ലേ? നിങ്ങൾ എല്ലാരും കൂടെ നിർവീര്യമാക്കിയതേ എന്റെ ജീവിതാ. ഇതെന്റെ BA സർട്ടിഫിക്കറ്റ്. കൊല്ലം കുറയായി ഞാനിതും കൂടെ നടക്കാൻ തുടങ്ങിയിട്ട്. അല്ലേലും നമ്മുടെ മലയാളിയുടെ അവസ്ഥ ഇത് തന്നെയല്ലേ? ഇന്ത്യക്കാരുടെ അവസ്ഥ ഇത് തന്നെയല്ലേ? നിന്റെ അഭ്യാസം തമിഴ്നാട്ടിലല്ലടാ നടക്കൂ. ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് വാടാ. നീ ആ ലേക്കിലേക്ക് എന്തിനാണ് ചാടിയിട്ട് വീണ്ടും ആത്മഹത്യ ശ്രമം ചെയ്തത്? സത്യം നീ പറഞ്ഞോ. സച്ചിദാനന്ദൻ അയ്യോ, ചുഴലിയാന്നോ? വെറുതെ അല്ലേ ഗുളി കഴിക്കണമെന്ന് പറഞ്ഞത്? സച്ചിദാനന്ദൻ സത്യം മാത്രമേ പറയാറുള്ളൂ സാർ. ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ചാടിയതൊന്നുമല്ല. ഇനി അങ്ങനെയാണെന്ന് തന്നെ ഇരിക്കട്ടെ, ഒരാള് ചാടി വെള്ളത്തിൽ ചാടി വിശ്രമിച്ച് അവിടെ കിടന്ന് പിന്നെ എണീറ്റ് കരയിൽ വന്നിട്ട് വിശ്രമിച്ചിട്ട് പിന്നെ ചാടുമല്ലല്ലോ ചെയ്യുന്നത്. അങ്ങനെ ആരെങ്കിലും ചെയ്യോ? ചെയ്യാൻ ചാൻസ് ഇല്ല. ഓക്കെ. എന്തല്ലേ? എന്താണ് പേര്? മരിയ. എവിടെ സ്ഥലം? ഇവിടെ അടുത്ത കോട്ടപ്പടി. ആക്ഷൻ.
ബോംബ് ബോംബ് എന്ന് പറഞ്ഞ് കേൾക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ എല്ലാവരും എന്നോട് ഇങ്ങനെ ചോദിക്കുന്നേ? അയ്യോ എൻ്റെ അമ്മേ, ബോംബ് അത് നിർവീര്യമാക്കിയതായിരിക്കൂലേ? നിങ്ങളെല്ലാവരും കൂടി നിർവീര്യമാക്കിയത് എൻ്റെ ജീവിതമാണ്. ഇത് BA സർട്ടിഫിക്കറ്റ്. കാലം കുറേ ആയതും കൊണ്ട് അലയാൻ തുടങ്ങിയിട്ട്. പൊതുവേ ഇന്ത്യക്കാരുടെ അവസ്ഥ ഇതാണല്ലോ. അതൊക്കെ ശരി തന്നെയാണ്. നീ എന്തിനാ ആത്മഹത്യ ചെയ്യാൻ പോയി? സത്യം മാത്രം പറയണം. ഈ സച്ചിദാനന്ദൻ സത്യം മാത്രമേ പറയുള്ളൂ സാർ. സാധാരണ ഇനിയിപ്പോൾ ആത്മഹത്യ ചെയ്തു എന്ന് ഇരിക്കട്ടെ, സാധാരണ ശ്രമിച്ചെന്നിരിക്കട്ടെ. സാധാരണ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ചാടി വീണ്ടും കയറി വന്ന് വിശ്രമിച്ചിട്ട് വീണ്ടും ചാടി വീണ്ടും കയറി വന്ന് വിശ്രമിച്ചിട്ട് അങ്ങനെ ആരെങ്കിലും ആത്മഹത്യ ചെയ്യോ? അതില്ല, ശരി കേട്ടോ, നീ പറഞ്ഞ കറക്റ്റ്. ശരി സാർ. എന്താണ് പേര്? ആദിത്യ. ആദിത്യ. ആദിത്യക്കായിരുന്നു ആദ്യം വരേണ്ടത്. പേരിൽ മാത്രമേ ഉള്ളൂ ആദിത്യ. എവിടെയാണ്? എവിടെ? കൊല്ലം. കൊല്ലത്താണ്. കൊല്ലത്തോടെ? കൊല്ലം ചാത്തന്നൂര്. ചാത്തന്നൂര്. ആക്ഷൻ. ബോംബ് ബോംബ് എന്ന് ഞാൻ പറഞ്ഞത് കേൾക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ എല്ലാവരും കൂടെ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്? ഓ എന്റെ അമ്മേ, ബോംബ് നിർവീര്യമാക്കിയതായിരിക്കുമല്ലേ? ഇത് ഞാൻ നേരത്തെ കേട്ടാണ്. അപ്പൊ ഞാൻ വെച്ച് കൂർക്കം വലിക്കുന്നതാണ്. നിങ്ങൾ എല്ലാവരും കൂടെ നിർവീര്യമാക്കിയത് എന്റെ ജീവിതമാണ്. ഇത് കണ്ടോ, BA സർട്ടിഫിക്കറ്റാ. ഇതുകൊണ്ട് അല്ലാന്ന് തുടങ്ങി കുറെ നാളായി. അല്ലെങ്കിലും ഇന്ത്യൻസ് പൊതുവെ ഇങ്ങനെയാണല്ലോ. അതെല്ലാം ശരി തന്നെയാണ്. നീ എന്തിനാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്? സത്യം പറഞ്ഞോ. സത്യം മാത്രമേ പറയാവൂ. സച്ചിദാനന്ദൻ സത്യം മാത്രമേ പറയാറുള്ളൂ സാർ. എന്നാ പറ. എനിക്ക് അപ്പനെ അടിക്കാൻ മുടിയുമോ മുടിയാതാ? എനിക്ക് അപ്പന്റെ ആക്ടിങ് അറിയില്ല. ആത്മഹത്യ ചെയ്യാൻ പോയി തന്നെ ഇരിക്കട്ടെ ഉദാഹരണത്തിന്. അപ്പൊ ആത്മഹത്യ ചെയ്തിട്ട് ചെയ്ത് പിന്നെന്താ കേറി വിശ്രമിച്ചിട്ട് പറ. ചാടിയിട്ട് പിന്നെയും കയറി ഒന്ന് വിശ്രമിച്ചിട്ട് പിന്നെയും ചാടി പിന്നെയും വിശ്രമിക്കുന്ന ആരെങ്കിലും ഉണ്ടോ സാർ? ആരും ചെയ്യത്തില്ല, രക്ഷപ്പെട്ടോ. എങ്ങനെങ്കിലും ഒക്കെ പറഞ്ഞത് ഒപ്പിച്ച് കേട്ടോ. എന്ത് മേടിക്കുന്ന നമ്മള്? വാ മക്കള് വാ. വന്നേ പറ്റൂ. ഞാൻ വാ വാ. ഞങ്ങളെ കൊണ്ടുപോകല്ലേ? എന്നിൽ ഔഷധ ഗുണമില്ലേ? എന്നിൽ ഔഷധ ഗുണമില്ലേ? ഞാൻ എന്തുകൊണ്ടാണെന്നറിയാം ഇദ്ദേഹത്തിനെ വിളിച്ചത്. ബാക്കി എല്ലാവരും ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ എന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഒരു ന്യൂട്രി കൂടെ ഇങ്ങനെ നോക്കുന്നു, എന്നെ നോക്കാതെ. കാരണം വിളിക്കല്ലേ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് തെരഞ്ഞു വിളിച്ചത്. ഞാൻ പറയില്ല കേട്ടോ. എന്താണ് പേര്? സ്റ്റെനി. സ്റ്റഡിയോ? സ്റ്റെനി ജോബി. സ്റ്റെനി. ഓക്കെ. എവിടെ? നാട് എവിടെ? നാട് ഇവിടെ കുളാരപ്പാട്. കാലടി പെരുമാര് എല്ലായിടത്തുണ്ട്. എന്താണ് ശരിക്കും നാട് എവിടെയാണ്? നാട് പറയായിരുന്നു, അത് മറന്നു. കുളാരപ്പാട് പെരുമാര്. റെഡി, ആക്ഷൻ. ബോംബ് ബോംബ് എന്ന് ഞാൻ പറയണ കേൾക്കാൻ വേണ്ടിട്ടാരാ നിങ്ങൾ എല്ലാരും ഇങ്ങനെ ഓരോന്ന് പറയണേ? ഓ എന്റെ അമ്മേ, ബോംബ് നിർവീരാക്കാൻ വേണ്ടിട്ടാണല്ല. നിങ്ങൾ എല്ലാരും കൂടെ നിർവീരാക്കിയത് എന്റെ ജീവിത. ഇതെന്റെ BA സർട്ടിഫിക്കറ്റാ. ഇതാണ് ഇങ്ങനെയാണ് കപ്പലിന്റെ പതി പിടിക്കുന്നത്. ഇതാണ് എന്റെ BSc സർട്ടിഫിക്കറ്റ്. തെക്കൻകാറ്റ് വീശാറായ പിന്നെ അത് ഈ രാശി പറയുന്നതിന്റെ ഒരു വിശദമായിട്ട് നാളെ ആവാം. ഇതെന്റെ BA സർട്ടിഫിക്കറ്റാ. ഏതൊരു മലയാളിയുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണല്ലോ. ഏതൊരു ഇന്ത്യക്കാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണല്ലോ. അതെല്ലാം ശരി തന്നെയാണ്. നീ എന്തിനാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്? സത്യം മാത്രം പറ. പൊന്നു സാറേ, സത്യം മാത്രമേ അറിയുള്ളൂ. പറ. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന വിചാരിക്കേ. പ്രാവശ്യം ചാടി പിന്നെ എണീറ്റ്, പിന്നെ പ്രാവശ്യം ചാടി പിന്നെ എണീറ്റ്, അങ്ങനെ കാര്യങ്ങൾ ചെയ്യോ? ആ ചെയ്ത്. ഒന്ന് വിശ്രമിച്ച് പിന്നെ ചാടി, ഒന്ന് വിശ്രമിച്ച് പിന്നെ ചാടി. പക്ഷെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യും ഏതെങ്കിലും മനുഷ്യർ ചെയ്യണവരുണ്ടോ? അത് സത്യമാണ് കേട്ടോ. അപ്പൊ കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ മക്കളെ, സന്തോഷായി. എന്താണ് പേര്? സഹല. 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 സഹല എവിടെ? നാട്? കോഴിക്കോട്. നാദാപുരം. കോഴിക്കോട്. അപ്പൊ റെഡി, ആക്ഷൻ. ബോംബ് ബോംബ് എന്ന് ഞാൻ പറയുന്ന കേൾക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ എല്ലാവരും എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്? എൻ്റെ അമ്മയെ, ആ ബോംബ് നിർവീര്യമാക്കി കാണുമല്ലേ? നിങ്ങൾ എല്ലാവരും കൂടെ നിർവീര്യമാക്കിയത് എൻ്റെ ജീവിതമാ. ഇതെൻ്റെ BA സർട്ടിഫിക്കറ്റാ. കാലം കുറേ ഇതും കൊണ്ട് അലയാൻ തുടങ്ങിയിട്ട്. പൊതുവേ എല്ലാ ഇന്ത്യക്കാരുടെ അവസ്ഥ ഇതാണല്ലോ. അതിരിക്കട്ടെ, ആത്മഹത്യ ചെയ്യാൻ പോയ എന്തിനാണ്? സത്യം മാത്രം. എന്റെ പൊന്നു സാറേ, ഈ സച്ചിദാനന്ദ സത്യം മാത്രമേ പറയാറുള്ളൂ. ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ചാടിയതല്ല. പിന്നെ വേണ്ട, ഇനി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ചാടിയാന്നിരിക്കട്ടെ. വീണ്ടും കയറി വന്ന് വിശ്രമിച്ച് വീണ്ടും ആത്മഹത്യ ചെയ്ത് വീണ്ടും കയറി വന്ന് വിശ്രമിച്ച് അങ്ങനെ ആരെങ്കിലും ആത്മഹത്യ ചെയ്യുമോ? അങ്ങനെ ചെയ്യാൻ വഴി കുറവാണ്. ഇല്ല. ഷിഫാന അദ്ദേഹത്തിന്റെ ഫ്രണ്ടായോണ്ട് എപ്പോഴേ വിളിച്ചത്, ലാസ്റ്റ് വിളിക്കത്തുള്ളായിരുന്നു. എന്താണ് ഷിഫാന ഏതിനാ പഠിക്കുന്ന നമ്മള്? എല്ലാവരും അത് തന്നെയാണല്ലോ. ആക്ഷൻ. ബോംബ് ബോംബ് എന്ന് എന്റെ വായന്ന് കേൾക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ എല്ലാവരും എന്നോട് ഇങ്ങനെ ചോദിക്കുന്നേ? അയ്യോ എൻ്റെ അമ്മേ, ഓ ബോംബ് നിർവീര്യമാക്കിയതായിരിക്കും അല്ലേ?
നിങ്ങൾ എല്ലാവരും കൂടെ നിർവീര്യമാക്കിയത് എൻ്റെ ജീവിതമാണ്. BA സർട്ടിഫിക്കറ്റാ. കാലം കുറയായി ഇതും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. അല്ലെങ്കിലും ഇന്ത്യക്കാരുടെ അവസ്ഥ ഇതാണല്ലോ. സത്യം പറഞ്ഞാൽ എന്തിനാ ആത്മഹത്യ പോയത്? ഈ സച്ചിദാനന്ദൻ സത്യം മാത്രമേ പറയാറുള്ളൂ സാർ. ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ചാടിയതല്ല. പിന്നെ ഒരു ഉദാഹരണത്തിന് ഇപ്പൊ ചാടി എന്ന് കരുത്. ഇപ്പം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ചാടി പിന്നെയും കയറി വന്ന് വിശ്രമിച്ചിട്ട് പിന്നെയും ചാടി പിന്നെയും വന്ന് വിശ്രമിച്ചിട്ട് അങ്ങനെ ആരെങ്കിലും ആത്മഹത്യ ചെയ്യോ? അത് ശരി. അപ്പൊ പിന്നെ പൊയ്ക്കോ. അടിപൊളി. എന്താ പേര്? ജോവിറ്റ. 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 അതല്ല പേരാണ്. എന്റെ അർത്ഥം എന്താ? അവിടെ ചോദിക്കുന്നത് അതുപോലെ എനിക്കറിയാം. സന്തോഷം. അതാണ്. അപ്പോൾ സന്തോഷത്തോടെ തന്നെ ഒരു പാട്ടങ്ങോട്ട് പാടി. നീ എൻ്റെ അടുത്ത് റിതം ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞ? മഴ പെയ്ത കണക്കായി പോയി കേട്ടോ. താങ്ക് യു. താങ്ക് യു. ബോംബ് ബോംബ് എന്ന് പറയാൻ വേണ്ടി. അയ്യോ അതല്ല, അതൊരു ഒരു താളമൊക്കെ ഉണ്ട്. ഇത് അധ്യാപകന്റെ മുന്നിൽ കുട്ടി എന്ന് പറയുന്നതൊക്കെ ശരി. അപ്പൊ ഇത് പറയേണ്ട ഒരു ടങ് ട്വിസ്റ്റർ അങ്ങോട്ട് കൊടുക്കാം. അന്തിക്ക് കുന്തി ദേവി കിണ്ടി എഴുമ്പോൾ കിണ്ടിയിൽ ഒരു കിണ്ടി ഉണ്ട് കുണ്ടിൽ വീണു. പറ. നീ പറഞ്ഞു മനസ്സിലാക്ക്. ഞാൻ വക്കീലുമായിട്ട് വരാം. ഒന്ന് സ്ക്രിപ്റ്റ് പറയാം, അല്ല ഇത് പറയാം. എന്താ വേണം? ആ ഓക്കെ. ബോംബ് ബോംബ് എന്ന് പറയാൻ വേണ്ടിട്ടായിരിക്കും അല്ലേ? ബോംബ് ബോംബെന്ന് എന്നെ കൊണ്ട് എന്നെ കൊണ്ട് പറയാൻ വേണ്ടി പറയിപ്പിക്കാൻ വേണ്ടിയായിരിക്കും അല്ലേ മൈക്കെടുത്ത് പിടിച്ചു ഇങ്ങനെ ചോദിക്കണം ശ്രമിക്കുന്നത്. പിന്നെ അയ്യോ എൻ്റെ അമ്മേ, ബോംബ് നിർവീര ബോംബ് ആക്കിയതായിരിക്കും അല്ലേ? നിങ്ങളെല്ലാരും കൂടെ നിങ്ങളെല്ലാരും കൂടെ നിർവീര്യമാക്കിയത് എൻ്റെ ജീവിതം. ഇതെന്റെ BA സർട്ടിഫിക്കറ്റാ. ഇതുകൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറെ ആയി. എല്ലാ ഇന്ത്യൻസിന്റെ അവസ്ഥ തന്നെ ആയിരിക്കുമല്ലോ. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ നീ പിന്നെ അവിടെ ലേക്കില്ലേ, ആ ലേക്കിൽ ചാടി എന്നതിനാണ് സത്യം പറഞ്ഞോ? ഈ സച്ചിദാനന്ദ സത്യം മാത്രമേ പറയൂ. എന്നാ പറ. ആരെങ്കിലും ഉദാഹരണത്തിന് വിചാരിക്കും, ആരെങ്കിലും ചാടിയിട്ട് വീണ്ടും വിശ്രമിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കയറി വീണ്ടും ചാടൂലല്ലോ. അങ്ങനെ ആരും ചെയ്യില്ലല്ലോ. ഇല്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യും, അങ്ങനെ നീ ശ്രമിച്ചില്ലെങ്കിൽ ഒരു ചെറിയ ടങ് ട്വിസ്റ്റർ തരാം. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. ഒരളിയിലെ മുരളി ഒരളിയല്ല ഒളരി. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. നിർത്താതെ 2 വർഷം പറഞ്ഞു വിടാം. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. ഒളരിയിലെ മുരളി കരളി പഠിച്ചു. ഇല്ല, കരളി അല്ലെന്ന് പറഞ്ഞു കൊടുത്തേ. കളരി പറഞ്ഞു കൊടുത്തു. മറ്റേ ബീറ്റ് ഇടരുത് ആയതുകൊണ്ട് പറ. ബീറ്റ് ഇടതേ ഇട്ടോ. പറ പറ. വേണ്ട. മാണ്ടേ അതെന്താണ്? തരൂലെന്നാ. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. ഒരളിയിലെ മുരളി ഒരു കാര്യം ചെയ്യും പൊയ്ക്കോ. എനിക്ക് സങ്കടം വരുന്നത്. അപ്പോൾ ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന്റെ പേരെന്ന് പറയും. ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണ്. പേര് മീല തുടങ്ങുന്നത്, നായില അവസാനിക്കും. എത്ര അക്ഷരമുണ്ട്? 2 അക്ഷരമുള്ളൂ. ഷിഫ എന്നാണ് പേര്. ഒരടിയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഒരു തുപ്പല്ലോ ഒതുക്കിയതിന് താങ്ക്സ്. ഓക്കെ, ഷിഫ. ഒരു മനോഹരമായ പെർഫോമൻസിന് വേണ്ടി നമ്മളെല്ലാം ഇങ്ങനെ കണ്ണിങ്ങനെ കൊതിച്ചിരിക്കുകയാണ് അല്ലേ? റെഡി? ബോംബ് ബോംബ് എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയായിരിക്കും. അതിന്റെ വൈവിധ്യം ഞാൻ ചുമ്മാ പറയത്തില്ല. ഭയങ്കരമായിരുന്നു. ഞങ്ങളെ ചുമ്മാ അങ്ങനെ പറയില്ല. പറ. നീ എന്താടാ ചാണാൻ ചവിട്ടിയ പോലെ നടക്കണത്? ഇങ്ങനത്തെ ഡയലോഗ് പറഞ്ഞാലേ ഇതുപോലെ നടക്കണം. ലൂസ് മോഷൻ ബോംബ് ബോംബ് എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയായിരിക്കില്ല നിങ്ങളെല്ലാരും നോക്കിക്കുന്നത് അല്ലേ? ബോംബ് ബോംബ് എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി. ഒരു പ്രാവശ്യം നല്ലതെന്ന് പറഞ്ഞാൽ അത് ഒറ്റ പ്രാവശ്യം മതി. കണ്ടിന്യൂഷൻ. ഓക്കെ, പോട്ട്. ബോംബ് 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 എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ല നിങ്ങളെല്ലാരും നോക്കി വെക്കുന്നത്. കണ്ണിൽ ഉണ്ണിയാണ്. തള്ള കൊളാക്കും. കണ്ണിൽ ഉണ്ണിയല്ല, കണ്ണിൽ ഉണ്ടമ്പുരി. അയ്യോ എന്റെ അമ്മ. ബോംബ് നിർവീര്യമാക്കിയിരിക്കണതായിരിക്കില്ലേ ഇത്? നിങ്ങളെല്ലാരും കൂടി നിർവീര്യമാക്കിയത് എന്റെ ജീവിതമാണ്. കണ്ട എന്റെ BA സർട്ടിഫിക്കറ്റാ. കൊല്ലം കുറെ ആയില്ല ഇതുകൊണ്ട് അലയാൻ തുടങ്ങിയിട്ട്. എല്ലാ ഇന്ത്യക്കാരുടെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കുമല്ലോ. അതൊക്കെ ഷിഫ ഞാൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ഒരു ചോദ്യം, ഷിഫ എന്തിനാണ് ആ ലേക്കിൽ പോയി ചാടിയിട്ട് വീണ്ടും അവിടെ ആത്മഹത്യ ചെയ്യാൻ പോയത്? എനിക്ക് സത്യം മാത്രം നീ പറഞ്ഞോളൂ. എന്റെ പൊന്ന് സാറ്, സച്ചിദാനന്ദൻ എന്തായാലും സത്യം പറയുള്ളൂ. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയതല്ല. ഉദാഹരണത്തിന് ഇപ്പൊ ആത്മഹത്യ ചെയ്യാൻ പോയ ആളാണെങ്കിൽ ചാടി പിന്നെ വിശ്രമിച്ചു, പിന്നെ ചാടി പിന്നെ വിശ്രമിച്ച് ആരെങ്കിലും ആത്മഹത്യ ചെയ്യാൻ നോക്കോ? താങ്ക് യു.
എങ്ങനെയുണ്ട്? റെഡി, ആക്ഷൻ. ബോംബ് ബോംബ് എന്ന് ഞാൻ പറയാൻ വേണ്ടിയായിരിക്കൂലേ നിങ്ങളെല്ലാരും എന്നോട് ഇങ്ങനെ ചോദിക്കുന്നേ. അയ്യോ എൻ്റെ അമ്മേ, ബോംബ് നിങ്ങൾ നിർവീര്യമാക്കിയതല്ലേ? നിങ്ങളെല്ലാരും കൂടെ നിർവീര്യമാക്കിയത് എൻ്റെ ജീവിതമാ. ഇത് BA സർട്ടിഫിക്കറ്റാ. ഇതുകൊണ്ട് അലയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. പൊതുവെ ഇന്ത്യക്കാരുടെ അവസ്ഥ ഇതാണല്ലോ. അതൊക്കെ ശരി തന്നെയാണ്, ഇതെല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ നീ എന്തിനാണ് ആ ലേക്കിൽ ചാടാൻ പോയത്? സത്യം പറഞ്ഞോണം. ഈ സച്ചിദാനന്ദൻ സത്യം മാത്രമേ പറയാറുള്ളൂ സാർ. താനിപ്പോ എന്താ പറഞ്ഞേ? നാരായണ നാരായണ. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ചാടിയതല്ല. പിന്നെ ഇനി ചാടിയെന്ന് അങ്ങനെ ചാടിയെന്ന് തന്നെ ഇരിക്കട്ടെ. ചാടിയിട്ട് വീണ്ടും കയറി വിശ്രമിച്ച് വീണ്ടും ചാടി വീണ്ടും വിശ്രമിച്ച് അങ്ങനെ ആരെങ്കിലും ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കും? ഭയങ്കരമായ ആള്. റെഡി. ബോംബ് ബോംബ് ഇത് എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയല്ലേ നിങ്ങളെല്ലാരും എന്നോട് ഇങ്ങനെ ചോദിക്കുന്നേ? എൻ്റെ അമ്മോ, നിങ്ങളെല്ലാരും കൂടെ നിർവീര്യമാക്കിയത് എൻ്റെ ജീവിതമാ. BA സർട്ടിഫിക്കറ്റാ. കാലം കുറേയായി ഇതും കൊണ്ട് അലയാൻ തുടങ്ങിയിട്ട്. പൊതുവെ അലയാൻ തുടങ്ങിയിട്ട്. തീട്ടപ്പറമ്പ് ഞാൻ ചിരിച്ചു പോയനെ. എല്ലാ ഇന്ത്യക്കാരുടെ അവസ്ഥ ഇതാണല്ലോ. അതൊക്കെ സത്യമാണ് നീ പറയുന്നത്, അതൊക്കെ കാര്യമില്ലാതില്ല, അതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ നീ എന്തിനാണ് ലേക്കിൽ ചാടിയത്? സത്യം മാത്രം പറ. സച്ചിദാനന്ദൻ സത്യം മാത്രമേ പറയുള്ളൂ സർ. ആത്മഹത്യ ചെയ്യാൻ ചാടിയതാന്ന് വിചാരിക്കട്ടെ. ഉദാഹരണത്തിന് ഒരാൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ചാടി, പിന്നെയും കയറി വന്നിരുന്ന് വിശ്രമിച്ച് പിന്നെയും ചാടി. അങ്ങനെയല്ലോ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കൂ. അതില്ല. പോട്ടെ എന്നാ പോട്ടെ തമ്പി. യെസ്. അപ്പോൾ പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ആദ്യം തന്നെ ഞാൻ വിളിക്കുന്നു ഫെർബിൻ. വളരെ മനോഹരമായ പെർഫോമൻസ് ആയിരുന്നു. നല്ല ചിരിച്ചുകൊണ്ടും വളരെ മനോഹരമായി ഞങ്ങളെയൊക്കെ ചിരിപ്പിക്കുകയൊക്കെ ചെയ്തു. നല്ല റിസോർട്ടായിരുന്നു. അപ്പം LGO CP ബാത്റൂംസ് ആൻഡ് ഫിറ്റിങ്സ് നൽകുന്ന ഒരു ഗിഫ്റ്റ്, കൂടെ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വക ഒരു ഗിഫ്റ്റ്. ഓക്കെ, യെസ്. ഇനി ഞാൻ വിളിക്കുന്നു ആൻസി. ആൻസിയാണ് ഇവിടെ ആദ്യമായി വന്ന് ഇവിടെ തിരിതെളിയിച്ചത് അല്ലേ? ആദ്യമായി വന്ന് വളരെ മനോഹരമായി തന്നെ പെർഫോം ചെയ്തു. അതിൻ്റെ ആ ഒരു എനർജി നമ്മൾ ഇത് തീരുന്നത് വരെ ഉണ്ടായിരുന്നു കുട്ടികൾക്ക്. അതിന് ഒരു പ്രത്യേക ഷേക്കാൻ്റെ കൂടി ഞാൻ തരികയാണ്. ആ അത്ര എനർജി ഉണ്ടായതുകൊണ്ട് തന്നെ ബ്ലാക്ക് സിംബ നൽകുന്ന പ്രീമിയം എനർജി ഡ്രിങ്കാണിത്. മനസ്സിലായോ? ഇത് ദ പ്രീമിയം എനർജി ഡ്രിങ്ക് പവർ ഇൻ ദ യൂത്ത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഗുണപ്പെടും. ഇനി അടുത്ത ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വക ഒരു ഗിഫ്റ്റ്. ഓക്കെ, ഇനി വിളിക്കാം പൂജയാണോ കൂവിയത്? റിതമാറ്റിക്കായിരുന്നു. അയ്യോ, എനിക്ക് പേടിയാണ് കേട്ടോ. ഓക്കെ, കേരള നേച്ചർ പ്രീമിയം ബനാന നൽകുന്ന ബനാന ചിപ്സ്. ഇനി അടുത്ത ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി നൽകുന്ന ഒരു ഗിഫ്റ്റ്. ഓക്കെ, കൺഗ്രാറ്റ്. ഇനി ദ ടേസ്റ്റ് ഓഫ് സ്പൈസ് ആൻഡ് ഫുഡ്സ് നൽകുന്ന ഒരു വെസ്റ്റേൺ അടിപൊളി ഒരു പ്രൊഡക്റ്റ് ഞാൻ കൊടുക്കാൻ പോകുന്നത് ഷിഫാനി. കഴിഞ്ഞില്ല, ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വക മറ്റൊരു ഗിഫ്റ്റ്. ഇനി ഞാൻ വിളിക്കുന്നു മറിയ. ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വക ഒരു ഗിഫ്റ്റ്. പിന്നെ ആമി നാച്ചുറൽസ് നൽകുന്ന ഹെയർ ഓയിലാണ്. അമ്മയുടെ സ്നേഹം പോലെ കരുത്തുറ്റ മുടികിഴകൾക്കായി ആ സ്നേഹത്തോടെ ഞാൻ തരുന്ന ഗിഫ്റ്റാണ്. ഓക്കെ, യെസ്. അപ്പോൾ ഗുഡ് ബൈ.